ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ മാങ്കുസ്തി ഉപയോഗിച്ച് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെയാണ് മാങ്കുസ്തിയുടെ ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കൂടി കാണാൻ വരും. ഇതാണ് മാങ്കുസ്തിയുടെ പഴം. ഇത് മാങ്കുസ്തി ജ്യൂസ്. മാങ്കുസ്തിയുടെ മരം ഇതാണ്. നമുക്ക് ആ മരം ഒന്ന് കാണാം. ഇതുവരെ കാണാത്തവർക്കായിട്ടാണ്. നമ്മുടെ കുടംപുളിയുടെ ആ രൂപത്തിലുള്ള മരമാണ് ഇത്. ഇതാണ് മാങ്കുസ്തി. പച്ചയാണ് ഇപ്പോൾ കാണുന്നത്. പഴുത്തതുകൊണ്ട് അതിൽ പഴുത്തത് നമ്മൾ പറിച്ചെടുത്തിരിക്കുകയാണ്. ഇതാണ് പഴുത്ത മാങ്കുസ്തി. ഈ മാങ്കുസ്തി പഴം ഉപയോഗിച്ച് നമ്മൾ വളരെ രുചികരമായ ഒരു ജ്യൂസ് ആണ് ഇന്നുണ്ടാക്കുന്നത്. വളരെ വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ജ്യൂസാണ് മാങ്കുസ്തിയുടെ ജ്യൂസ്. മാങ്കുസ്തി പഴം പറിച്ച് നമ്മൾ അതിനെയും പൊട്ടിച്ചെടുക്കാൻ പോവുകയാണ്. കൈകൊണ്ടൊന്ന് ഞെക്കിയാൽ മതി, അതിൻ്റെ ആ പുറന്തോട് മാറിക്കിട്ടും. വളരെ ടേസ്റ്റുള്ള ഒരു ജ്യൂസാണ് ഈ മാങ്കുസ്തി ജ്യൂസ്. ആ തോല് പൊട്ടിച്ച് കളഞ്ഞ ശേഷം നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് അതിൻ്റെ പഴം എടുക്കുകയാണ്. വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. കൈകൊണ്ട് മെല്ലെ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി, ആ പുറന്തോട് അങ്ങ് പൊട്ടിപ്പോവും. പിന്നെ നമുക്ക് സ്പൂൺ ഉപയോഗിച്ചോ അല്ലെ കൈ കൊണ്ടോ എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ മൃദുലമായിട്ടുള്ള ഒരു സാധനമാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള മാങ്കുസ്തി ജ്യൂസ് ഉണ്ടാക്കുകയാണ്. പഴങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ പുറന്തോട് കളഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മാങ്കുസ്തി കിട്ടുന്നവരെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. വളരെയേറെ വിറ്റാമിൻസും മിനറൽസും ഇതിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിന് വളരെയേറെ നല്ല ഗുണങ്ങൾ കിട്ടുന്ന ഒരു പഴം ആണ് ഈ മാങ്കുസ്തി പഴം. അതുകൊണ്ട് തന്നെ ഇത് കിട്ടാൻ സാധ്യതയുള്ള എല്ലാവരും ഇന്ന് തന്നെ ജ്യൂസായിട്ട് അത് കുടിച്ച് നോക്കണം. അതിൻ്റെ കൂടെ 2 ഫാഷൻ ഫ്രൂട്ടും കൂടി ചേർക്കുന്നുണ്ട്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഫാഷൻ ഫ്രൂട്ടിൻ്റെ ആ കുരുവെല്ലാം കൂടെ അതിൻ്റെ അകത്ത് ഇടുമ്പോൾ വളരെ ടേസ്റ്റാണ്. മാങ്കുസ്തിയുടെ പഴങ്ങൾ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചില ഇതിൻ്റെ അകത്ത് അതിൻ്റെ കുരു കാണും. അപ്പോൾ കുരു ഉണ്ടോയെന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. കുരു ഉണ്ടെങ്കിൽ ആ കുരു മാറ്റിയ ശേഷം വേണം മിക്സിക്കകത്ത് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെ കുരുവിന് ചെറിയൊരു കയ്പ്പ് രസം ഉണ്ട്. ഒരു മാങ്കുസ്തി പഴത്തിൽ ഒരു കുരു മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. ബാക്കിയിലൊന്നും ആ കുരു കാണത്തില്ല. ഒരു 5-6 ഇതളുള്ള പഴമാണ് ഒരു പഴത്തിൽ കാണുന്നത്. അതിൽ ഒരെണ്ണത്തിൽ മാത്രമേ അതിൻ്റെ അരി അല്ലെങ്കിൽ കുരു കാണത്തുള്ളൂ. അങ്ങനെ നമ്മൾ
മാംഗുസ്തിയുടെ പഴം മിക്സിക്കകത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ഒരു ജ്യൂസാണ് ഈ മാംഗുസ്തി ജ്യൂസ്. അതിൻ്റെ കൂടെ 2 പാഷൻ ഫ്രൂട്ടും കൂടി ഇടുകയാണ്. പാഷൻ ഫ്രൂട്ട് നമ്മൾ മുറിച്ച ശേഷം അതിൻ്റെ അകത്തുള്ള ആ സാധനമാണ് ഇട്ട് കൊടുക്കുന്നത്. ആ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ചെറിയൊരു പുളിരസവും കൂടെ അതിൻ്റെ അകത്ത് വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. കൂടാതെ അതിൻ്റെ അരികളെല്ലാം കൂടെ പാഷൻ ഫ്രൂട്ടിൻ്റെ അരി അതിൻ്റെ അകത്ത് കിടന്നാൽ വളരെ നല്ലതാണ്. ഏതാണ്ട് നമ്മൾ കസ്കസ് ഇടുന്ന അതേ ഗുണമാണ് ഇതിൻ്റെ അരിക്ക്. വളരെയേറെ പോഷക സമ്പുഷ്ടമാണ് ഈ പാഷൻ ഫ്രൂട്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂണാണ് ഇടുന്നത്. മധുരം ഇച്ചിരി കൂടുതൽ വേണ്ടവർക്ക് 3 സ്പൂണാണ് ഇടാം. തിളപ്പിച്ചാറിയ വെള്ളം ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിനി മിക്സി നല്ലവണ്ണം അരച്ചെടുക്കാം. അങ്ങനെ നമ്മളത് അരച്ചെടുത്ത് നമ്മളത് മിക്സിയുടെ ജാറ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ആഹാ, കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. അങ്ങനെ നമ്മുടെ മാംഗുസ്തി ജ്യൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്കത് നോക്കാം. ഇതാണ് നമ്മുടെ മാംഗുസ്തി ജ്യൂസ്. വളരെ രുചികരമാണ്, വളരെ ടേസ്റ്റിയാണ്, പോഷക സമ്പുഷ്ടമാണ്. എല്ലാവരും ഇന്ന് തന്നെ കുടിച്ച് നോക്കണേ. മാംഗുസ്തിയുടെ ജ്യൂസ് നമുക്കൊന്ന് കുടിച്ച് നോക്കാം. ആഹാ, സൂപ്പർ ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ജ്യൂസാണ് ഈ മാംഗുസ്തിയുടെ ജ്യൂസ് എന്ന് പറയുന്നത്. എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി കുടിച്ച് നോക്കണേ. ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരാളെ വിളിക്കാം. പറയണേ ടേസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, വരൂ. മാംഗോസ്റ്റി ജ്യൂസ് നല്ല ടേസ്റ്റുള്ള ജ്യൂസാണ്.